Welcome back to our YouTube channel. In the date 18th of July ആണ്. സോ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രേഡ് എടുത്തത് സാധാരണ നമ്മൾ ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് നിഫ്റ്റിയിലായിരുന്നു. സോ ആ ട്രേഡിൻ്റെ ലോജിക്കും അത് എടുക്കാനുള്ള കാര്യമൊക്കെ നമുക്ക് ലാസ്റ്റായിട്ട്, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പല ആൾക്കാരും ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ്, അല്ലേ? നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്ന രണ്ട് ഇൻഡെക്സുകളാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയാണ് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് എയിമായിട്ട് അവരും ചിന്തിക്കുന്നത് നിഫ്റ്റിയിലും അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും വരുന്ന സമയങ്ങളിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളതായിരിക്കും. ഷുവറാണത്, അല്ലേ? അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ, ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് നോക്കാം. അത് നോക്കിയാലല്ലേ ഇത് എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് 2 ഇൻഡെക്സുകളാണ്. ഓക്കെ, ഈ ഇൻഡെക്സുകൾ നമുക്കറിയാം, നിഫ്റ്റി നമുക്ക് ഡയറക്റ്റ് ക്യാഷിൽ വാങ്ങിക്കാൻ പറ്റില്ല, ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡയറക്റ്റ് ക്യാഷിൽ വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ITCയുടെ ഒരു ഷെയർ വാങ്ങിക്കാം, അല്ലെങ്കിൽ HDFCയുടെ ഒരു ഷെയർ വാങ്ങിക്കാം. പക്ഷേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെങ്ങനെ ട്രേഡ് ചെയ്യണേ? ഒന്നെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ, അല്ലേ? ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിമ്പിളായിട്ട് മെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ബേസ് ആയിട്ടുള്ളൊരു വാല്യൂ ഇല്ല. ഇതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റി 50 കമ്പനീസിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് നിഫ്റ്റി 50യുടെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്കിങ് സെക്ടറിലെ ബാങ്കുകളുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വാല്യൂ കണക്കാക്കുന്നത്. ഇതുവരെ മനസ്സിലായില്ലേ സംഭവം? അപ്പോൾ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സ്വന്തമായിട്ട് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, നമുക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൈസ് മൂവ്മെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും സ്റ്റോക്കുകളാണ്, അല്ലേ? അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം? നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും സ്റ്റോക്കുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിഫ്റ്റി നമ്മൾ പറഞ്ഞു, നിഫ്റ്റി 50 നിഫ്റ്റിയിലെ ഏറ്റവും ടോപ്പ് വെയിറ്റേജ് ആയിട്ടുള്ള 50 കമ്പനികളുടെ സമ്മാണ് നിഫ്റ്റി 50 ഇൻഡെക്സ്. അപ്പോൾ ആ 50 കമ്പനികളുടെ വെയിറ്റേജിനനുസരിച്ചാണ് നിഫ്റ്റിയുടെ പ്രൈസ് ട്രാവൽ ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നിഫ്റ്റിയെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? നിഫ്റ്റിയിലെ ടോപ്പ് 10 സ്റ്റോക്കുകൾ, നമ്മൾ 50 സ്റ്റോക്കുകൾ എടുക്കേണ്ട, 50 സ്റ്റോക്കുകളുടെ വെയിറ്റേജോ കാര്യങ്ങളോ നോക്കണ്ട. കാരണം മൈന്യൂട്ട് വെയിറ്റേജുള്ള സ്റ്റോക്കുകളുണ്ടാവും, സ്ട്രോങ് വെയിറ്റേജുള്ള സ്റ്റോക്കുകളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടോപ്പ് 10 സ്റ്റോക്കുകൾ എടുക്കുക. ടോപ്പ് 10 സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ ടോപ്പ് 10 സ്റ്റോക്കിൻ്റെ വെയിറ്റേജ് ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കണ്ട, ഇത് നിഫ്റ്റി 50യിലെ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ആണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു കോളം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും, റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് 13%ഓളം വെയിറ്റേജ് ഉണ്ട് റിലയൻസിന് മാത്രം. അതുപോലെ തന്നെ HDFC ബാങ്കിന് 8.55 ഉണ്ട്. അതുപോലെ ഇൻഫോസിസിന് 7.73 ഉണ്ട്. അങ്ങനെ സോ ഓൺ സോ ഫോർത്ത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നാണ്
ഞാൻ നിങ്ങൾക്ക് പറയാനാണ്. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ നമുക്കിതെങ്ങനെ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, നമ്മുടെ ഫേവറിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതാണല്ലോ നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഡെഫിനിഷനോ അതല്ലെങ്കിൽ ഇതിനകത്ത് ഇത്ര സ്റ്റോക്കുകളുണ്ട്, ഇതിന് ഇത്ര പെർസെൻറ്റേജ് ഗെയിൻ ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് വെയിറ്റേജ് ഉണ്ട് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് കാശ് കിട്ടില്ലല്ലോ. കാശ് എങ്ങനെ ഉണ്ടാക്കാം സിമ്പിളായിട്ട്? അതാണ് ഞാൻ പറയാൻ പോകുന്ന കേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിച്ചു, ലൈക്ക് റിലയൻസിന് ഇത്ര പെർസെൻറ്റേജോളം വെയിറ്റേജ് ഉണ്ട്, HDFC ബാങ്കിന് 8.55 ഉണ്ട്, ഇൻഫോസിസിന് 7.73 ഉണ്ട്, ICIC ബാങ്കിന് 7.11 ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നാളെ നേരം വെളുക്കുമ്പോൾ റിലയൻസ് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി മുകളിലേക്ക് പോവുകയാണ്, HDFC ബാങ്ക് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്, അതുപോലെ ഇൻഫോസിസ് സിക്സാഗ് മൊമെൻറ്റ് തന്നിട്ട് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ICICI വെറുതെ ഹൈ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നില്ല, പക്ഷേ എന്നാലും ഹയർ സൈഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു നാല് സ്റ്റോക്കുകൾ ഈ ഒരു ബിഹേവിയറാണ് കാണിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ HDFC ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ HDFC. ഈ HDFC ഒരു താഴേക്കുള്ള മൊമെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ TCS താഴേക്കുള്ള മൊമെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടക് മഹീന്ദ്ര താഴേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറോ അതല്ലെങ്കിൽ പിന്നെ ലാർസൻ ആൻഡ് ടൂബ്രോ ഏതെങ്കിലും ഒരു 2 സ്റ്റോക്കുകൾ താഴേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇവിടെ എന്തായി? ഇവിടെ 2 സ്റ്റോക്ക് നമുക്ക് അപ്പർ സൈഡിലേക്ക് കാണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെ 4 സ്റ്റോക്കുകൾ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് സിമ്പിൾ. നിഫ്റ്റി എന്താവും? ഒന്നെങ്കിൽ ന്യൂട്രൽ ടു ബാരിഷ് ആവും, ഒന്നെങ്കിൽ ന്യൂട്രൽ ആവും അല്ലെങ്കിൽ ന്യൂട്രൽ ടു ബാരിഷ് ആവും. കാരണം ഇവിടെ 4 സ്റ്റോക്കുകൾ, ഹെവി വെയിറ്റ് ആയിട്ടുള്ള 4 സ്റ്റോക്കുകൾ ഡൗണിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 സ്റ്റോക്ക് നോർമൽ അപ്പാണ്, ബട്ട് 2 സ്റ്റോക്ക് ന്യൂട്രലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 4 സ്റ്റോക്ക് നെഗറ്റീവിലും 2 സ്റ്റോക്ക് ന്യൂട്രലും 2 സ്റ്റോക്ക് മാത്രം പോസിറ്റീവുമാണ്. അപ്പോൾ വെയിറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ, അതായത് മൊമെൻ്റ് കൂടുതലാണെങ്കിൽ, ലൈക്ക് ഇപ്പം ഈ റിലയൻസ് ട്രാവൽ ചെയ്യുന്ന 1 പോയിൻറ്റ് 2 പോയിൻറ്റ് 3 രൂപ അങ്ങനെയൊക്കെയാണെന്ന് വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഒരു TCS 4 രൂപ 5 രൂപ വെച്ചിട്ട് പടപടാന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിലയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിന് മാത്രം നിഫ്റ്റിയെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. നിഫ്റ്റിനെ റിലയൻസ് മാത്രം പുൾ ഓഫ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. നമുക്കത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമത്. പക്ഷേ വെയിറ്റേജ് വൈസ് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? കാരണം ഇവിടെ 2 പേര് അപ്പാണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഡൗൺ ആണ്. അങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുക? നിഫ്റ്റി കൂടുതലായിട്ട് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ലൈക്ക് നമ്മുടെ ട്രേഡിംഗ് സമയത്ത് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ എങ്ങനെ ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇത് എല്ലാവർക്കും അറിയാം, NSE ഇന്ത്യയുടെ വെബ്സൈറ്റാണ്. നമ്മൾ രാവിലെ NSE ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ രാവിലെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത്, എപ്പോഴാണോ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ NSE ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന കേസ് അതാണ്. നമ്മൾ സാധാരണ എപ്പോഴും നോക്കുന്ന കേസ് തന്നെയാണ്. NSE ഇന്ത്യയിൽ നമുക്ക് 2 കോളം കാണാൻ പറ്റും. ഒന്ന് ഇവിടെ ഫസ്റ്റ് കാണുന്നത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. ഒന്നുള്ളത് ടോപ്പ് ഗെയിനേഴ്സാണ്, രണ്ടാമത് ടോപ്പ് ലൂസേഴ്സാണ് അല്ലേ? ഒന്ന് ടോപ്പ് ഗെയിനേഴ്സും നമുക്ക് കാണാൻ പറ്റും, രണ്ടാമത് ടോപ്പ് ലൂസേഴ്സും നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഇതിനകത്ത് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടു നിഫ്റ്റിയുടെ വെയിറ്റേജ് നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇൻഫോസിസ് വെയിറ്റേജുള്ള സ്റ്റോക്കാണ് നമ്മൾ കണ്ടല്ലോ. ഇൻഡസ്ഇൻഡ് ബാങ്ക് വെയിറ്റേജുള്ള സ്റ്റോക്കാണ് അല്ലേ? ഇപ്പുറത്തെ സൈഡ് HDFC ബാങ്ക് വെയിറ്റേജുള്ള സ്റ്റോക്കാണ് അല്ലേ? HDFC ബാങ്ക് വന്നത് എവിടെയാണ്? ടോപ്പ് ലൂസേഴ്സിലാണ്. പക്ഷേ ആ സമയത്ത് ഇൻഡസ്ഇൻഡ് ബാങ്കും ഇൻഫിയും വന്നേക്കുന്നത് എവിടെയാണ്?
ടോപ്പ് ഗെയിനേഴ്സിലാണ്. മനസ്സിലായോ? അപ്പോൾ വെയിറ്റേജ് വൈസ് എന്തായി? ഇതിന് വെയിറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രമാണ് പറയണേ. ഇതൊരു എക്സ്ട്രീം മെത്തേഡ് അല്ല. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞുതരാം, ഇതൊരു എക്സ്ട്രീം മെത്തേഡ് അല്ല. നമുക്ക് നമ്മുടെ ട്രേഡിൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആവാൻ പറ്റും എന്നുള്ളത് കാണിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലായി. എന്ത്? നമ്മളുടെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് +0.5 നമുക്ക് കണക്കൂട്ടാം അല്ലേ? കാരണം നമ്മൾ 1 കണക്കൂട്ടാത്ത എന്താണ്? ഇവിടെ ഉള്ള ഈ HDFC ബാങ്കിന് വെയിറ്റേജ് ഇതിന് 2-നേക്കാട്ടിലും കൂടുതൽ വെയിറ്റേജ് HDFC ബാങ്കിന് മാത്രം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു അഡ്വാൻസ് പോയിന്റ് കൂടി ഇവിടെ ഉണ്ട്. കണ്ടോ? നിഫ്റ്റിയുടെ മൊത്തത്തിൽ അഡ്വാൻസ് ഡിക്ലൈൻ ഡാറ്റ നോക്കുമ്പോൾ ടോട്ടൽ സ്റ്റോക്ക് അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ 41 നമ്പേഴ്സാണ്. ഡിക്ലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 ആണ്. അതായത് ടോട്ടൽ 15 സ്റ്റോക്കിൽ 41 സ്റ്റോക്കുകൾ അപ്പിലാണുള്ളത്. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യൂ അപ്സൈഡിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡ്, ലൈക്ക് നിങ്ങളുള്ള ഒരു ട്രേഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് എത്ര വന്നു, അല്ലെങ്കിൽ എത്ര എങ്ങനെ ഏതൊരു രീതിയിൽ ആ പ്രീമിയം ഷൂട്ടായി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു ട്രേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് നോക്കുക എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ വ്യൂ ആണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോപ്പ് ഗെയിനേഴ്സിൻ്റെ ലൂസേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. സോ സിമ്പിൾ മെത്തേഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നു ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സിലും എന്താ സംഭവിക്കുക എന്നുള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇരിക്കുന്നുണ്ട് ടോപ്പ് ഗെയിനേഴ്സിൽ, ഇൻഫി ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ചേഞ്ചിൻ്റെ കോളം വരുന്നത്. ഇൻഫി ഇരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ, അതായത് ഫസ്റ്റ് 10 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ടോപ്പ് 10 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് നമ്മളുടെ സൈഡിലുണ്ട്, കൊട്ടക് ബാങ്ക് നമ്മളുടെ സൈഡിലുണ്ട്, വിപ്രോ ICICI ബാങ്ക് നമ്മുടെ സൈഡിലുണ്ട്. പിന്നെ അതിന് താഴേക്കുള്ളതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള താഴേക്കുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എടുക്കുന്ന ഒരു ലൈക്ക് നമ്മൾ ആ പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ കൺവിക്ഷൻ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത് മാത്രമേ നമ്മൾ ഈ ഒരു എക്സസൈസിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇത്രയും സ്റ്റോക്കുകൾ അപ്പർ സൈഡിലേക്ക് നമ്മുടെ കൂടെയുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ചേഞ്ച് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ലൂസേഴ്സിനെ കിട്ടും. ടോപ്പ് ലൂസേഴ്സിൽ ടോപ്പ് ഗെയിനേഴ്സിൽ നമ്മൾ 1, 2, 3, 4, 5 സ്റ്റോക്കോളം കണ്ടു ഓൾമോസ്റ്റ് അല്ലേ? പക്ഷേ ടോപ്പ് ലൂസേഴ്സിൽ നോക്കുമ്പോൾ നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HDFC ബാങ്ക്, HDFC മനസ്സിലായോ? HDFC ബാങ്കും കണ്ടു, HDFCയും കണ്ടു. ഓക്കെ, ഇപ്പം നമുക്ക് പിന്നെ നമുക്ക് കാണാനുള്ളത് എന്താണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇത് കണ്ട, ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് 2.88 ആണ് പെർസെൻറ്റേജ് ഉള്ളത്, വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മറ്റിടത്ത് നമുക്ക് 6 സ്റ്റോക്ക് കിട്ടി, ടോപ്പ് ലൂസേഴ്സിൽ നമുക്ക് 3 സ്റ്റോക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ടോപ്പ് ലൂസേഴ്സിൽ നമുക്ക് 3 സ്റ്റോക്ക് കിട്ടി. ഈ HDFC ബാങ്കും HDFCയും ഒക്കെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഒക്കെ ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത് അല്ലേ? ഓൾമോസ്റ്റ് ഒരു മിഡിൽ പോർഷനിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോപ്പ് ബാരിഷ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വെയിറ്റേജ് സ്റ്റോക്കുകൾ ടോപ്പ് ബാരിഷ് അല്ല. ബാരിഷാണ്, പക്ഷേ ടോപ്പ് ബാരിഷ് അല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമ്മളുടെ വെയിറ്റേജ് സ്റ്റോക്കുകൾ ടോപ്പ് ബാരിഷ് അല്ല, പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ട്? 6 സ്റ്റോക്കുകൾ നമ്മുടെ പോസിറ്റീവ് സൈഡിലേക്കുണ്ട്. പോസിറ്റീവ് സൈഡിലേക്ക് 6 സ്റ്റോക്കുകളുണ്ട് അല്ലേ? നെഗറ്റീവ് സൈഡിലേക്ക് 3 സ്റ്റോക്കുകളാണുള്ളത്, പക്ഷേ അവരും ടോപ്പ് നെഗറ്റീവ് അല്ല. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഓൾമോസ്റ്റ് 40 സ്റ്റോക്സ് നിഫ്റ്റിയിൽ അപ്പാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കാൽക്കുലേഷനിലെത്താം? നമ്മുടെ വ്യൂ അപ്പാണെങ്കിൽ, നമുക്ക് ഒരു ട്രേഡിൽ നമ്മൾ അപ്പ് ട്രേഡിൽ ഉണ്ടെങ്കിൽ
നമുക്ക് ആ ഒരു ട്രേഡിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. അതല്ല നമ്മളുടെ വ്യൂ ഡൗൺ ആണെങ്കിൽ ആ ഒരു വ്യൂവിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാവും കാരണം നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ അപ്പാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് അപ്പ് വ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് ചെയ്യാണ്ടിരിക്കാം. നമ്മളൊരിക്കലും കൺഫ്യൂസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഇത് ഒരു സീറോ സം ഗെയിമാണ്. ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് കാശ് പുറത്തുനിന്നൊന്നും വരുന്നില്ല. ഈ ഒരു ബയ്യറായ ഞാൻ സെല്ലറായിട്ടുള്ള ആളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാശ്. ശരിയല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും HDFC ബാങ്കുകാർ കൊണ്ടിട്ട് കാശ് ഇടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇൻഫോസിസുകാർ വന്നിട്ട് കാശായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടുന്നില്ല ആരും. അവിടെ നടക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ട്രാൻസാക്ഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലോജിക്കിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തെന്നറിയാം, നമ്മുടെ വ്യൂവിൻ്റെ കൂടെ മാർക്കറ്റ് ഉണ്ടോ? ലൈക്ക് ഞാനിപ്പോൾ ബുള്ളിഷാണ്, ഇന്ന് മാർക്കറ്റിൽ ഞാൻ ബുള്ളിഷായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എനിക്കിത് നോക്കിയാൽ മനസ്സിലാവും, ഓക്കെ ഞാൻ ബുള്ളിഷാണ്, എൻ്റെ വ്യൂ ബുള്ളിഷാണ്, മാർക്കറ്റും ബുള്ളിഷാണ്. മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലേക്ക് പോകാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന പോയിന്റിൽ നമ്മളുടെ കൂടെ മാർക്കറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാത്രമാണ്. സോ നമ്മുടെ പ്രോബബിലിറ്റി ഹൈ ആക്കാൻ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കുന്നതിലൂടെ നമ്മുടെ പ്രോബബിലിറ്റി കുറച്ചുകൂടി ഒരു ചെറിയ എഡ്ജ് നമുക്ക് ട്രേഡിങ്ങിൽ കിട്ടുന്നുണ്ട്. സോ നമുക്കത് യൂസ് ചെയ്യാം. നമുക്കത് ഇൻ്റലിജൻ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ വെയിറ്റേജ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിഫ്റ്റിയിലെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ പല സെക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് നിഫ്റ്റിയിലെ വെയിറ്റേജ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ NSE ഇന്ത്യയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കാരണം നല്ലൊരു ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35% നിഫ്റ്റി 50ക്ക് ഫിനാൻഷ്യൽ സർവീസിന് മാത്രം വെയിറ്റേജ് ഉണ്ട്. ഇൻഫർമേഷൻ IT സെക്ടറിന് 15% ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിന് 14% ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ സർവീസിലുള്ള 2-3 സ്റ്റോക്ക് വിചാരിച്ചാൽ നിഫ്റ്റിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ റിലയൻസ് നല്ല ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. 12% റിലയൻസിന് മാത്രം വെയിറ്റേജ് ഉണ്ട്. റിലയൻസ് ഭീകരമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പെട്ടെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡിൽ 4-5 സ്റ്റോക്ക് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു റിലയൻസ് മാത്രം നിഫ്റ്റിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളിലായിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതും NSE ഇന്ത്യയുടെ സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്കിന് 27% വെയിറ്റേജ് ഉണ്ട്. ICICI ബാങ്കിന് 22%, 11% സ്റ്റേറ്റ് ബാങ്ക്, SBI, ആക്സിസ് 11% സംതിങ്, കോട്ടക് മഹീന്ദ്ര 11% സംതിങ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് 5% സംതിങ്. നിങ്ങൾ ഇത്രയുള്ള ഈ ഒരു 6 മേജർ ബാങ്കുകൾ മാത്രം നോക്കിയാൽ മതി. ഈ ഉള്ള ചെറിയ ബാങ്കുകൾ ഇഗ്നോർ ചെയ്താൽ മതി. അതൊന്നും അത്ര വെയിറ്റേജുകൾ കുറവുള്ള സ്റ്റോക്കുകളാണ്. സോ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു HDFC ബാങ്ക് ഭീകരമായിട്ട് താഴേക്ക് പോകാമെന്ന് വെക്കുക. ICICI ബാങ്ക് സൈഡ് വേസ് മൊമെൻറ്റം കാണിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആക്സിസ് ബാങ്കും മുകളിലേക്ക് പോയാലും HDFC മൊത്തം ഓവറോൾ ബാങ്കിങ് സെക്ടർ എന്താവും? അതായത് ബാങ്ക് നിഫ്റ്റി എന്താവും? ഒന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി സൈഡ് വേസ് ആവും, അതല്ലെങ്കിൽ സൈഡ് വേസ് ടു ബാരിഷ് ആവും. കാരണം HDFC ബാങ്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. അതിൻ്റെ തൊട്ട് കൂടെയുള്ളത് ആരാ? ICICI ബാങ്കാണ്. അത് ചോപ്പിയാണ്, മുകളിലേക്കുമില്ല താഴേക്കുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എത്രയായി? 49% സംതിങ് ന്യൂട്രൽ ടു ബാരിഷ് ആയി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? 49% ന്യൂട്രൽ ടു ബാരിഷ് ആയി. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം?
ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇത് ഇത്ര വെയിറ്റേജ് ഉണ്ട്, ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ശരിയല്ലേ? നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മണി എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. കാരണം നമുക്കത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ രാവിലെ നമ്മുടെ ട്രേഡ് എടുക്കുന്ന സമയത്ത്, എനി ടൈം നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വ്യൂ സ്ലൈറ്റ്ലി ബുള്ളിഷാണ്. അതായത് നമ്മുടെ വ്യൂ മാർക്കറ്റിൽ ബുള്ളിഷാണ്. ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കാൻ നിൽക്കുകയാണ്, നമ്മുടെ വ്യൂ ബുള്ളിഷാണ്. അപ്പം നമ്മൾ ബാങ്കിങ് സെക്ടറിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ, രാവിലെ ബാങ്കിങ് സെക്ടറിൻ്റെ ചാർട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് റിഫ്രഷ് ചെയ്തിട്ടില്ല, സോ അതിനൊരു ചെറിയ ഇതുണ്ടാവും. ഈ ലാസ്റ്റ് ക്യാൻഡിലൊക്കെ അതിൻ്റെ ഇതുകൊണ്ടാണ്. സോ നമ്മൾ ഈ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാനതൊന്ന് റിഫ്രഷ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ഞാനത് കാണിച്ചു തരാം. നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക. ലൈക്ക് നമുക്ക് ഒരു ബയാസ്, നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമുക്കൊരു ബയാസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഇപ്പം നമുക്കിപ്പോൾ ഒരു ബയാസ് ഉണ്ട് നോക്കുക. ലൈക്ക് ഞാനൊരു ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബാരിഷ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. ഞാൻ ബുള്ളിഷായിട്ടും ബാരിഷായിട്ടും മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, HDFC ബാങ്ക് മാത്രം വിചാരിച്ചാൽ മതി ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൊത്തം ഡയറക്ഷൻ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാനായിട്ട് ഈ HDFC ബാങ്ക് മാത്രം വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഈ HDFC ബാങ്കും ICIC ബാങ്ക് കൂടി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നമ്മളുടെ അതുവരെയുള്ള അനാലിസിസ് ഒക്കെ കാട്ടിൽ വലിച്ചെറിയാനായിട്ട് ഈ ഒരു രണ്ടുപേര് മാത്രം തീരുമാനിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? സോ അത് കിട്ടുന്നില്ല. ഞാനത് 2 അക്കൗണ്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ചാർട്ട് ഇതായിട്ട് യൂസ് ചെയ്യാനായിട്ട്, നമുക്ക് സ്പ്ലിറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ ഞാൻ സാധാരണ ഇന്ന് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇന്ന് ഞാൻ എന്തുകൊണ്ട് നിഫ്റ്റി എടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് HDFCയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാൻ ട്രേഡ് എടുക്കുന്ന സമയം എപ്പോഴാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാമല്ലോ. 11:17 11:07 ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ ആ ഒരു സമയത്ത് HDFC ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. ലോവർ ഹൈസ് ലോവർ ലോസ് ഉണ്ടാക്കിയിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് HDFC. ബാങ്ക് നിഫ്റ്റി എൻ്റെ വ്യൂ ബുള്ളിഷാണ്, ലൈക്ക് നിഫ്റ്റി ബുള്ളിഷാണ്. നിഫ്റ്റി ബുള്ളിഷ് ആകുമ്പോൾ ഓവറോൾ ചാൻസ് എന്താണ്, ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ആവും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല? അതിൻ്റെ ഉത്തരമാണ് ഇത്. അതായത് HDFC ബാങ്ക് താഴേക്ക് വരുമ്പോൾ ബാക്കി ആരൊക്കെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ആ ഒരു പോയിന്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് മടിക്കും. കാരണം ഈ HDFC ബാങ്ക് വിചാരിച്ചാൽ ബാങ്ക് നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് പിന്നെ ആക്സിസ് ബാങ്ക് അപ്പാണ്, ICIC ബാങ്ക് അപ്പാണ്, SBI എന്നും അപ്പാണ്. രാവിലെ മുതലേ ബാക്കിയുള്ള ബാങ്കുകളെല്ലാം അപ്പാണ്. പക്ഷേ അത്യാവശ്യം മോശമില്ലാത്ത റിസൾട്ടാണ് HDFCക്ക് ഇന്ന് വന്നത്. ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് രാവിലെ നോക്കിയപ്പോൾ കണ്ടു. പക്ഷേ എന്നിട്ടും എന്തോ HDFC, അതുപോലെ തന്നെ HDFC ബാങ്കും ഇന്ന് ഡൗൺ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിനകത്ത് ട്രേഡ് എടുത്തില്ല. ലൈക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തില്ല. ഞാൻ ആ സമയത്ത് നിഫ്റ്റിയിലേക്ക് ട്രേഡ് എടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ചർച്ച ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബാങ്കുകളുടെ ചാർട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ ചാർട്ട് നിങ്ങൾ ഏത് സമയത്തും ഫ്ലിപ്പ് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത്. എന്താണ് സെക്ടറിലുള്ള ബാക്കി സ്റ്റോക്കുകൾ, അതായത് നിങ്ങളിപ്പോൾ സെക്ടർ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഇൻഡെക്സിലുള്ള ബാക്കി സ്റ്റോക്കുകൾ, മേജർ സ്റ്റോക്കുകൾ എന്താ ചെയ്യണമെന്നുള്ളത് ഒരു ക്ലിയർ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? സോ ഇത്രയാണ് എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങളൊരിക്കലും ബാങ്ക് നിഫ്റ്റിയെയും രണ്ട് ഇൻഡെക്സായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യരുത്. പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? രണ്ട് ഇൻഡെക്സായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യരുത്. നിങ്ങളൊരിക്കലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരു ചാർട്ട്, പിന്നെ ഏതെങ്കിലും ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ഇത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, വെയിറ്റേജ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ?
കാരണം നിഫ്റ്റി എന്ത് ചെയ്യുന്നു അതാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്യാണോ അതാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും നിഫ്റ്റിയും ഫോളോ ചെയ്യുക. ചില മൈന്യൂട്ടായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ബാങ്ക് നിഫ്റ്റി അഗെയിൻസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ പറ്റും. സോ നമ്മൾ ഇന്നെടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ട്രേഡ് എടുക്കുന്നത് 11.7 നിഫ്റ്റിയിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. നിഫ്റ്റി 16,200 CE ആണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഒരു ഭയങ്കര മോശം മാർക്കറ്റ് അല്ലെങ്കിൽ ഭയങ്കര മോശം മൊമെൻറ്റം എന്നൊക്കെ പറയാം. 11.7 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ കാര്യം എന്താ വെച്ചാൽ രാവിലെ ഇനീഷ്യൽ റേഞ്ചിൻ്റെ ബ്രേക്കൗട്ട് കഴിഞ്ഞു. ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്കൗട്ട് കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. പക്ഷേ താഴേക്ക് വരുന്ന ക്യാൻഡിലുകളൊക്കെ റിജക്ഷൻ ക്യാൻഡിലാണ്. അടിയിൽ നിന്ന് റിജക്ഷൻ വരുന്ന ക്യാൻഡിലായിരുന്നു. സോ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ ട്രേഡ് എടുത്തു. ഈ ഒരു ക്യാൻഡിലിൻ്റെ മിഡ് പോർഷനാണ് ഞാൻ SL ആയിട്ട് ഇട്ടത്. പക്ഷേ അതിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 16,210 മുതൽ 16,260-70 പോയിന്റ് ട്രാവൽ ചെയ്തിട്ടും മാർക്കറ്റ് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ സൈഡിലേക്ക് പോയത് ഓൾമോസ്റ്റ് ഒരു 20 പോയിൻ്റാണ് പ്രീമിയം. അതും അറ്റമണി. ഇന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. സോ നമ്മളധികം വെയിറ്റ് ചെയ്തില്ല, ചെറിയൊരു പോയിന്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ട്രേഡിൽ നിന്ന് മാറി. സോ നമ്മളിന്ന് ടോട്ടലി ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് 900 റുപ്പീസാണ്. സിംഗിൾ ലോട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. കണ്ടോ, 11-17 ഞാൻ ആ ഒരു ട്രേഡിൽ എൻ്റർ ആയിട്ട് 2:50 വരെ ഞാൻ ആ ഒരു ട്രേഡും വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് നോക്കി 18 പോയിന്റ് മാത്രമാണ്. സോ ഇന്ന് പല ദിവസങ്ങളിലും അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ട്രേഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ധൈര്യം ഉണ്ടാവില്ല. കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഇൻഡസ്ഇൻഡ് ബാങ്ക് HDFC ബാങ്ക് ഞാൻ ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് എഗെയിൻസ്റ്റാണ് വന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ ട്രേഡ് ഒന്നും മാറിയില്ല. ഞാൻ ആ ഒരു ട്രേഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അക്കൗണ്ടിൽ പിന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എങ്ങനെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഈ വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിംഗ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ ടോപ്പിക്കുകളുടെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ചാനലിൽ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.